നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവസാന നിമിഷം വി.ഡി. സതീശന്റെ പട്ടാഭിഷേകം എന്ന അദ്ദേഹം തന്നെ സലീം കുമാർ തന്നെ വിശേഷിപ്പിച്ച പരിപാടിയിലേക്കാണ് സലീം കുമാർ എത്തിയത്. അദ്ദേഹം ആ വേദിയിൽ എത്തുമ്പോഴും അദ്ദേഹം വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നടക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രസംഗിക്കാൻ സമയമായപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മൂർച്ച അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം വി.ഡി. സതീശന് വേണ്ടി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, മനോരമയിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു. മനോരമയിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി എങ്കിൽ താങ്കൾക്ക് പറയാനുള്ള കാര്യം എന്തായാലും ഒന്ന് എഴുതി തരാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് വെള്ളിയാഴ്ചയാണ് എഴുതി തരേണ്ടതെന്ന് പത്രാധിപൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്കന്ന് ആശുപത്രിയിൽ പോകേണ്ടതുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ അതിന് മുന്നേ തന്നെ എഴുതി തരാം, ഈ എഴുതുന്നത് എന്തായാലും വേസ്റ്റ് ആവില്ല എന്ന് ഉറപ്പാണ് എന്നുള്ളത്. അന്ന് വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി എന്ന് ആരും ഉറപ്പിക്കാത്ത സമയത്താണ് സലീം കുമാർ അത് ഉറപ്പിച്ചുകൊണ്ട് വനവാസത്തിന് പോയവൻ്റെ പട്ടാഭിഷേകം എന്ന് തലക്കെട്ട് ഇട്ടുകൊണ്ട് അത് എന്തായാലും ആ ഒരു ലേഖനം എഴുതിയത്. അതിനെക്കുറിച്ച് അദ്ദേഹം അന്ന് പറഞ്ഞത് വളരെ വ്യക്തമാണ്. ചെങ്കൊടിയെ ഭയക്കാത്ത, അല്ലെങ്കിൽ ചെങ്കൊടി എന്ന് കണ്ടാൽ പേടിക്കാത്ത കോൺഗ്രസ്സുകാരനായ ഒരു ഭ്രാന്തനായിരുന്നു സലീം കുമാർ എന്ന് പലരും പറയാറുണ്ട്. അടിയുറച്ച കോൺഗ്രസ് ചിന്താകൻ. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി പല വേദികളിലും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിൽ അദ്ദേഹത്തിന് തീരാത്ത സന്തോഷം ഉണ്ടായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നെനിക്കറിയില്ല. ഒരു പൊളിറ്റിക്കൽ സിനിമയുടെ, ത്രില്ലർ സിനിമയുടെ, ദൃശ്യം 3 പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഏതായാലും നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകുക. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഇത് നേരെ ഓപ്പോസിറ്റായിരുന്നു കരുതുക. നേരെ ഓപ്പോസിറ്റ്. 102 സീറ്റില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ സീറ്റുകൾ വന്നാൽ സതീഷ് ചേട്ടൻ്റെ അവസ്ഥ എന്തായിരുന്നേനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അത്രയും റിസ്ക് എടുത്തിട്ട് എൻ്റെ ഭാവി പോലും കണക്കാക്കാതെ അദ്ദേഹം എടുത്ത വെല്ലുവിളികൾ, അതിന് അഭിനന്ദിക്കാതെ വയ്യ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട്, 100 സീറ്റ് കിട്ടും, 100 സീറ്റ് കിട്ടുമെന്ന് എല്ലാ പ്രധാന സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വി.ഡി. സതീശൻ എന്ന നേതാവിൻ്റെ ഒരു ചങ്കൂറ്റം കൊണ്ടായിരുന്നു. മനോരമയിൽ പത്രത്തിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പരിചയമുള്ളതിൻ്റെ പേരിൽ ഒരു ഓർമ്മ ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റന്നാളാണ് വന്നെങ്കിൽ ഇന്നാണ് അവർ വിളിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം, ഞാൻ ഇന്ന് തന്നെ എഴുതി തരാമെന്ന് പറഞ്ഞു. അന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഇന്ന് വേണ്ട, നാളെ മതി. ഞാൻ പറഞ്ഞു, നാളെ പറ്റൂല, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം എനിക്ക്. അങ്ങനെ അന്ന് തന്നെ എഴുതി ഞാനത് അയച്ചു കൊടുത്തു, മനോരമയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പറ്റും, ഇതെൻ്റെ ചങ്കിൽ നിന്ന് എടുത്ത വാചകങ്ങളാണ്, അതൊരിക്കലും നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് നശിപ്പിക്കേണ്ടി വരില്ല. 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും വന്നാലും വന്നില്ലെങ്കിലും ആ ക്യാപ്ഷൻ നന്നായിട്ടുണ്ട്, വനവാസക്കാരൻ്റെ പട്ടാഭിഷേകം. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിൻ്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ വി.ഡി. സതീശൻ.